Hello. My name is Anu. Okay. So when you take around, na, I told you last place. Rocks Canada. നമസ്കാരം. നമ്മൾ മണാലിയിലാണ്. മണാലിയിലെ ഒരു സെപ്റ്റംബർ മാസം ജിസ്ബയിൽ നിന്നും മണാലിയിൽ എത്തുന്ന കാഴ്ചകളൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ എത്തി. ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു മണാലി ടൗണിൽ. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ആ ഒരു മഴ ചോർന്നത്. അപ്പോൾ അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കളൊക്കെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് താമസിക്കാനായിട്ട് പോയി. ഈ ഒരു മഴ കാരണം ഞാൻ മാത്രം അങ്ങോട്ട് പോയിട്ടില്ല. ഞാനിവിടെ തൽക്കാലം റൂം എടുത്ത് താമസിച്ചാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നേരെ താഴെ പോയിട്ട് വൈകിട്ട് ഡൽഹിയിലേക്കുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം മാൾ റോഡിൽ വന്നിട്ട് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് ദേവദാരു മരങ്ങളൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോകണം. അവിടെ ഒരു ചെറിയൊരു പാർക്ക് സെറ്റപ്പ്, ഒരു സൂ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞ് കുറച്ച് സ്പൈസസിന്റെ ഷോപ്പിൽ കയറി അതും കുറച്ച് മേടിക്കണം. പിന്നെ രാത്രി നേരെ ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ കുവൈറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും 1-2 പാർട്ടുകളായിട്ട് ഈ ഒരു ഇത്രയും കാഴ്ചകൾ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകുന്നു. നേരെ താഴെ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടലാണിത്. മാൾ റോഡിന്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ യാക്ക്. ഇവിടെ ഒരു മിനിമം പ്രൈസിന് നമുക്ക് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് താമസിക്കാനായിട്ട് പറ്റും. മാൾ റോഡിന്റെ തൊട്ടടുത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒട്ടനവധി സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ഒത്തിരി സൗകര്യമുള്ള ഒരു ഹോട്ടലാണിത്. ഹോട്ടലിന്റെ ലൊക്കേഷനും അതുപോലെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 1500 രൂപയാണ് ഇന്നലെ ഞാൻ പേ ചെയ്തത്. 1500 രൂപയ്ക്ക് 2 പേർക്ക് താമസിക്കാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടും സെയിം പ്രൈസ് തന്നെയാണ്. പിന്നെ സീസൺ സമയത്തൊക്കെ പ്രൈസിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. രാത്രി 8 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് താഴെ പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ബസ് വന്ന് നിർത്തുകയെന്ന് പറഞ്ഞു. എന്നാലും ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അത് മേടിച്ചിട്ട് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. ഓക്കെ. Size 20. अबे करना भी 28 show me. This one also very big. You don't have 24, 25, 26. Too small. This is 22, right? So take 24. I don't want black. यहाँ देखो. This green is okay. हो गया. Green, blue. हो गया. कस्टमर है समझ गया. Yeah, this one also okay. Check. കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിന് നല്ലൊരു വെറൈറ്റി ഡ്രസ്സായിരുന്നു. നമുക്ക് എന്താ പറയുക, എനിക്ക് എന്തായാലും കുവൈറ്റിൽ ആ ഒരു വിലയ്ക്ക് മേടിക്കാൻ കിട്ടില്ല. മാക്സിമം ഡിസ്കൗണ്ട് ഞാൻ ചോദിച്ചു. അവർ 2200 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നല്ല ഡ്രസ്സാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടുന്ന് കുറച്ച് മേളിലേക്ക് നടന്നപ്പോൾ ഇവിടെ ഒരു വൈൽഡ് ലൈഫ് ഇൻഫർമേഷൻ സെൻറ്റർ എന്നുള്ളൊരു ബോർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ലോക്കലായിട്ട് ആളെ പരിചയപ്പെട്ടു. ഒരു അരമണിക്കൂർ ആയിട്ട് സംസാരിച്ചു. ആൾ പറയുന്നത് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൈൻ ട്രീസാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ സ്റ്റേറ്റ് ബേർഡായിട്ടുള്ള
ആ പക്ഷിയുടെ പേര് പറഞ്ഞു, പക്ഷേ ആ പേര് മറന്നുപോയി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്, ഞാൻ കാണിച്ചില്ല ലാസ്റ്റ് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറൽ പാർക്ക് മണാലി. എന്തായാലും അവിടുന്ന് ഞാനങ്ങോട്ട് കയറി അകത്തേക്ക് 20 രൂപയാണ് ടിക്കറ്റ്. അവിടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വീഡിയോ കാണുന്നവർക്ക് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. കംപ്ലീറ്റ് പൈൻ ട്രീസ്. ഈ ഒരു ഏരിയ അപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൈൻ ട്രീസിൻ്റെ ഏരിയ മൊത്തം മഞ്ഞായിട്ട് കിടക്കുന്ന വിഷ്വൽസൊക്കെ അതിലുണ്ട്. ഒരു പൈൻ ട്രീയുടെ വലിപ്പം കണ്ടോ? ഞാൻ ഇന്നലെ അവിടെ ടൗണിൽ പർച്ചേസിങ്ങിന് കറങ്ങുന്ന സമയത്ത് ഒരു മലയാളി പയ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ഇവിടെ വന്ന് എന്നിട്ട് സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ബേഡ്സ് ഇവിടെ കാണുമായിരിക്കും, എനിക്കറിയില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ അവൻ പറഞ്ഞു. ഇടി വെട്ടുന്നുണ്ട്, മഴ പെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ടൈപ്പ് ഓഫ് ബേഡ്സ് ഇവിടെ ഹിമാചൽ പ്രദേശത്തെ ഭാഗങ്ങളിൽ, അതായത് ഈ ടൈപ്പ് ഓഫ് സ്ഥലങ്ങളിൽ കാണാൻ പറ്റുമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാർക്കുകളെ പോലെ കൂടിനകത്താക്കി വെച്ചിരിക്കുന്നതാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ പറയണ്ടേ, നമുക്ക് റിസ്ക് എടുക്കണ്ടില്ലായിരുന്നല്ലോ. ഒരെണ്ണം അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കാം. അവിടെ ബോർഡിൽ കാണിച്ച പോലത്തെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേർഡ് ഇവിടെയുണ്ട്. നോർത്തേൺ പാകിസ്ഥാൻ, അതുപോലെ ഹിമാചൽ പ്രദേശ്, നേപ്പാൾ ഒക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ബേർഡാണ് ഇതെന്ന് പറയുന്നവർ. പിന്നെ അപ്പുറത്ത് അവിടെ ഒരു പെൺമയിലുണ്ടായിരുന്നു, അത് ഇപ്പോൾ അകത്തേക്ക് ഉള്ളിലേക്ക് കയറിപ്പോയി. ഈ ഒരു മരത്തിൻ്റെ വലിപ്പം കണ്ടോ? ഒരു 4 പേര് ഇങ്ങനെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ അപ്പുറത്ത് സൈഡിലെത്തൂല, അത്രയും വലിപ്പം. പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സൈസ് എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറേ പക്ഷികളുടെ വെറൈറ്റി സ്പീഷീസിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു കൂട്ടിൽ ഈഗിളാണ് കേട്ടോ വെച്ചിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലുണ്ട് ഇവിടെ. പക്ഷേ ഒരു ചിറകില്ല, ഒരു ചിറക് എന്തായിന്നറിയില്ല. പക്ഷെ ഒന്നിനൊരു ബേഡ്സിനൊന്നൊരു പവർ കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് പൈൻ ട്രീസാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ആ സൈഡിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിച്ച് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു നെറ്റ് ഇട്ടിട്ടൊരു ഫെൻസിങ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ ലെൻസ് വെച്ചിട്ട് ഞാൻ ഈ സൈഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുള്ള ഒത്തിരി വൈറലായിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നത്. ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചു ഇത് എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചത്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആയിരുന്നത്. ഇതിലൂടെ നടക്കുമ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നല്ല പ്യുവർ ഓക്സിജൻ നമുക്ക് കിട്ടും. ടോട്ടലി നമ്മുടെ ബോഡി ഒന്ന് ഫ്രഷ് ആവും ഉള്ള സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ. ഒരു ഉണങ്ങി ശോഷിച്ച് പോയൊരു മരം ഇവിടെ ഉണ്ട്. ഇത് കണ്ടിട്ട് പൈനല്ല എന്നാണ് തോന്നുന്നത്, വേറെ ഏതൊരു മരമാണ്.
എന്നാലും ഉണങ്ങി വീഴാനായിരിക്കുന്നത്. ഇടി വെട്ടുന്നു, മഴ പെയ്യാൻ. ഇന്ന് നമ്മൾ വൈകിട്ട് 8 മണിക്കാണ് നമ്മുടെ ഡൽഹിയിലേക്കുള്ള വോൾവോ ബസ്. വൈകിട്ട് മഴയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പണി കിട്ടും. എന്തായാലും ഈ ഏരിയയിലൂടെ ഇത്ര കാഴ്ചകളൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഞാൻ പരിചയപ്പെട്ട ആളിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഒന്ന് കയറിയെന്നുള്ളൂ. ആ ബേഡ്സിൻ്റെയും കാര്യങ്ങളും ഇതൊക്കെ അവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. മേലേക്ക് വരുമ്പോൾ ഞാൻ ഒത്തിരി ദൂരം അങ്ങോട്ട് പോയി നോക്കി. പക്ഷെ അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന വീട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിനി ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങി നമ്മൾ റോഡിലേക്ക് പോയിട്ട് റൂമിൽ പോകണം. റൂമിൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം. നേരത്തെ നമ്മൾ 1-2 സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചെടുത്തിട്ട് ഞാൻ റൂമിൽ പോകണം, ഭക്ഷണം കഴിക്കണം, ഒന്ന് റെസ്റ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. ഞാൻ അവിടുന്ന് കുറച്ച് നടന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ സൈഡിലൂടെ റിവറെ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് താഴോട്ട് വന്നത്. ബിയാസ് റിവറാണ് കേട്ടോ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഹിമാചൽ യാത്രയിൽ ഈ നദീനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇത് ഫുള്ളായിട്ട് ഒഴുകുന്ന സമയമാണ്, വിൻ്റർ സമയത്ത്. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്, എന്നാലും അടിപൊളി സീനിക്കായിട്ടുള്ള സംഭവം തന്നെയാണ്. എന്തായാലും അവിടുന്ന് പുറത്തിറങ്ങി ഈ നേരെ നമ്മൾ താഴോട്ട് നടന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കുക, റൂമിൽ പോയാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും പ്രത്യേകമായിട്ട് സാധനങ്ങൾ മേടിക്കാനോ പർച്ചേസ് ചെയ്യാനോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യും. പിന്നെ റൂമിൽ പോയി ഒരു ഉറക്കം ഉറങ്ങിയിട്ട് നേരെ ബസ് പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഡൽഹി കേട്ടോ. ഒത്തിരി സ്പൈസസ് ഒക്കെ വിൽക്കുന്നൊരു കടയാണത്. ഞാനവിടുന്ന് ഗ്രീൻ ടീ, അതായത് ഈ സാധനം 100 ഗ്രാം എടുത്തു, 120 രൂപ. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ ഹിമാലയൻ ചോക്ലേറ്റ്, ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ് ആണ്, എല്ലാം മേടിച്ചു. Vlogs बनाते हो आप? Vlog? Okay. What's your name? Anni. ഒരു പാങ്കോങ്ങിൻ്റെ സോനീർ മേടിച്ചിട്ടുണ്ട്. ലഡാക്ക് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞ്. മണാലി ഓൾറെഡി, പക്ഷെ അതിന് ഭയങ്കര വില വരുന്നത് 100 റുപ്പീസ് പറയുന്നത്. ലഡാക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ അതിൻ്റെ അവരുടെ ആ ഒരു തീമാണ് അതിലുള്ളത്. So it's 50 rupees, right? हाँ वो ले लो, मैंने मांगा था तो मैंने 2 ले ली. ले देना तो
Thank you. 250 ഇത്രയും സാധനങ്ങൾ മേടിച്ചു കൊടുന്ന് മോൾക്കുള്ള ഡ്രസ്സാണ് മെയിനായിട്ട് പിന്നെ ഒരു സോനിയർ കാര്യങ്ങളൊക്കെ हम लोग भी वीडियो बनाते हैं. Are you happy now? Hello. What's your name? My name is Anju. Okay. And you? My name is Anu. Okay. മാക്സിമം അവരുടെ ഡിസ്കൗണ്ട് രാവിലെ മുതൽ ഡിസ്കൗണ്ട് ആയിരുന്നു. അവസാനം ഒരു കുറേയൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് തന്നു. ഞാനും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്. ഓക്കെ, സി യു, ബൈ. ഹൈ ബോലോ. Hi. ഞാൻ ഇവിടെ വീണ്ടും വന്നിരിക്കാം കേട്ടോ. രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടാമതും എടുക്കാൻ വേണ്ടി വന്നതാണ്. ദിസ് ദ വൺ റൈറ്റ്? Yeah. ഓക്കെ. This one. And this is for your daughter. വിച്ച് വൺ? സ്മോൾ. ഓക്കെ. So, red. This is number 2. I need number 1. So your total is maybe 1400. So that's why when you take around, na, I told you last price. Now I know the buyer will come to me. That's why the last price without problem. So Because many people, what I will tell you one thing, they come to us and they pack the things. Yeah. Then they will told us like we will come after 1 hour, 2 hour. Somebody comes, somebody don't come. So that's why we tell them the last price. He will try, na, he will come back. yeah. Now I'm going for this red and For 2 sets. 2 sets. Yeah, sure. So 2000, right? Check all the things is okay. All of the fresh. No, I mean the buttons or something. This is fresh. Only this 3 colors or Yeah. you have? And now I have the many colors. But what is the thing you want to see? Yes. Tell them. Yeah, that's right. Can I get a big shopper cover or something? You don't have, right? Yeah, some kind of shawls. No shawls. I want to carry. No, I understand. But this kind of you were looking for your somebody. No. Ankush. Huh? Ankush. Ankush. Okay. You happy, right? Yeah. I'm also happy. Okay. ബൈ ബൈ. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് എങ്ങനെ ഡൽഹിയിൽ എത്തിക്കുന്നുള്ള എന്തായാലും നേരെ റൂമിൽ പോവാം, ഭക്ഷണം കഴിക്കാം, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഡൽഹിയിലേക്ക് കേട്ടോ. അങ്ങനെ മാൾ റോഡിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ചെറിയ ചെറിയ കാഴ്ചകളും അത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഇനി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബസ്സിൻ്റെ സമയമാവും. അത് കഴിഞ്ഞ് ബസ്സിൽ നേരെ ഡൽഹിയിലേക്ക് ഒരു യാത്ര. അവിടെ നിന്നും നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിന് കുവൈറ്റിലേക്ക് പോവാണ്. കുവൈറ്റിലെത്തി നമ്മൾ നേരെ തന്നെ ചെയ്യുന്നത് പിറ്റേന്ന് ദിവസത്തെ ഒരു അടിപൊളി ഓണാഘോഷ പരിപാടിയിലേക്കാണ്. ആ ഒരു യാത്രയും പിന്നെ ഓണാഘോഷ പരിപാടിയുടെ ചില നല്ല നല്ല ഭാഗങ്ങളും പിന്നെ കുവൈറ്റിലെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.